അമ്മേ എന്താ മോനെ വയറ് വേദനിക്കുന്നു. ഇതിപ്പോൾ എത്ര ഡോക്ടേഴ്സിനായി നിൻ്റെ ഈ ഒരു വയറുവേദന കൊണ്ട് കാണിക്കുന്നത്? എല്ലാവരും പറയുന്നുണ്ട് നിനക്ക് യാതൊരു പ്രശ്നമില്ലെന്ന്. പിന്നെ എന്താ പ്രോബ്ലം? ഡോക്ടേഴ്സ് കണ്ട് കഴിഞ്ഞിട്ട് എന്താ പുതിയ പനി അങ്ങനെ ഉണ്ടായിരിക്കും. പിന്നെ ഡോക്ടേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിനക്കിപ്പോൾ പുതിയ അസുഖം ഉണ്ടാവാൻ പോവല്ലേ? ഇവിടെ എല്ലാ ടെസ്റ്റും നിൻ്റെ വയറ് സംബന്ധമായിട്ടുള്ളത് കിട്ടി. ഇതിന് മുന്നേ അത്രയും നിനക്ക് നെഞ്ചിനകത്തായിരുന്നു വേദന, ഇപ്പോൾ അത് വയറിലോട്ട് ഇറങ്ങി. ഡോക്ടേഴ്സ് എല്ലാ ടെസ്റ്റുകളും നമ്മൾ നടത്തിയില്ലേ, പിന്നെ എന്തോ പിന്നെ പ്രോബ്ലം? ടെസ്റ്റ് ചെയ്ത് തെറ്റിയിട്ടുണ്ടെങ്കിലോ? ആക്ച്വലി മോൻ്റെ പ്രോബ്ലം എന്താ? ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു വലിയ ഡിസീസ് അങ്ങനെയൊക്കെ കാണിച്ചായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്തോ ഒരു വലിയ അസുഖമായിരിക്കും അങ്ങനെ പറഞ്ഞു. എടാ, ഫ്രണ്ട്സും ഗൂഗിളും പറയുന്ന പോലാണോ പ്രശ്നങ്ങൾ? അല്ല മക്കളിങ്ങ അമ്മ പറഞ്ഞുതരാം. നീ അവനെ ഇവിടെ വന്നിരിക്കും. നീ മക്കളോട് അമ്മ ഒരു കാര്യം പറയട്ടെ. ഈ രോഗത്തെ പേടി എന്ന് പറയുന്നത് പലർക്കും ഉള്ളതാണ്. അതായത് ഒരു പരിധിയിൽ കൂടുതൽ അത് വരുമ്പോഴാണ് അതൊരു പ്രോബ്ലമായി മാറുന്നത്, അല്ലേ? ഇപ്പം മോൻ്റെ കാര്യം തന്നെ നോക്കിക്കേ. നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ടു, ടെസ്റ്റുകളെല്ലാം നടത്തി, എല്ലാം ചെയ്തിട്ട് മോൻ ഇപ്പോഴും പറയുന്നു മോന് വീണ്ടും അസുഖമുണ്ടെന്ന്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലയെന്ന് നല്ല സ്ട്രോങ്ലി നമ്മുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലേ? അതുപോലെ തന്നെ ഇപ്പം മക്കൾക്ക് മാത്രമല്ല, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, വലിയവർക്ക് വരെയും ഇത് പേടിയുള്ളവരുണ്ട്. ഒരുപാട് പേരുണ്ട് രോഗത്തെ പേടിയുള്ളവർ. അവരാണെങ്കിൽ പത്രം വായിക്കാൻ പേടിക്കും, മരണ വീട്ടിൽ പോകാൻ പേടിക്കും, രോഗികളെ കാണാൻ പേടിക്കുക, ന്യൂസ് കാണാൻ പേടിക്കുക, എല്ലാം അവർക്കും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് വരുമോ എന്നുള്ള പേടിയുള്ളവരുണ്ട്. ഇതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. വഴികളെന്ന് പറഞ്ഞാൽ മോൻ്റെ ഒരു കാര്യം ചെയ്യും, അമ്മ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. എന്തൊക്കെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ മോന് ഇപ്പോൾ ഒരു ഇതിനെക്കുറിച്ച് ഒരു രോഗത്തെ മോനൊരു എന്തോ ഒരു നെഗറ്റീവ് പോലെ ഫീൽ ചെയ്തൊരു പേടി തോന്നുമ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു 10 മിനിറ്റ്, അതൊരു നെഗറ്റീവ് തോട്ടല്ലേ, അതിനെക്കുറിച്ചൊരു 10 മിനിറ്റ് നിങ്ങൾ ചിന്തിക്കുക. ചിന്തിച്ച ശേഷം അത് കുറച്ചു നേരം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ആ ഒരു പേടിയുടെ ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കുറയുകയാണ് ചെയ്യുന്നത് അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതല്ലെങ്കിൽ പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് മോനിപ്പോൾ ഇഷ്ടമുള്ള ഒരുപാട് ഹോബീസ് ഇല്ലേ. ഇപ്പം നിനക്കിഷ്ടം റുബിക്സ് ക്യൂബ്, ഡ്രോയിങ്. അപ്പം മനസ്സിലോട്ട് ഈ നെഗറ്റീവ് തോട്ട്സ് വരാതെ നമ്മൾ കൂടുതലും അങ്ങനെയുള്ള ഗെയിംസിലൊക്കെ എൻഗേജ്ഡ് ആവാൻ നോക്കണം. പിന്നെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ, യോഗ. യോഗയൊക്കെ എന്താണെന്ന് അറിയത്തില്ലേ? അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ മൈൻഡ് ഒന്ന് സെറ്റ് ആവും. അപ്പോൾ അത് മൂന്നാമത്തെ ഒരു ടിപ്പ്. പക്ഷേ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. എന്തോ അത്? മോനിപ്പോൾ ഈ രോഗത്തെ പേടി അമ്മയുടെ മുമ്പേ അവിടെ വെച്ച് പറഞ്ഞില്ലേ, മോൻ ഗൂഗിൾ ചെയ്ത് നോക്കുന്നു, മറ്റേ ഫ്രണ്ട്സ് പറഞ്ഞു എന്നൊക്കെ മോൻ അമ്മയോട് പറഞ്ഞില്ലേ? ശരിക്കും പറഞ്ഞാൽ മോന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മോന് ഈ ഒരു അസുഖത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഒരു അസുഖത്തെക്കുറിച്ച് ഗൂഗിളിൽ കണ്ടാൽ മോന് മനസ്സിലാവും അതെന്തുവാന്ന്? ഇല്ല, പലർക്കും അത് തന്നെയാണ്. അപ്പോൾ പലരും അവനവനായിട്ട് തന്നെ കുറേ കൺക്ലൂഷൻസിൽ എത്തിച്ചേരും. എനിക്കിതാണ്. ശരിക്കും അതൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അത് കഴിയുന്നതും നമ്മൾ ഡോക്ടേഴ്സ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കേട്ട് മനസ്സിലാക്കുകയാണ് വേണ്ടതല്ലേ. അല്ലാതെ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ മേലാത്ത കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. നമുക്ക് ലോകത്തില്ലാത്ത അസുഖങ്ങളെല്ലാം ഉണ്ടെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പേരോട് പറയും, അയ്യോ എനിക്ക് ആ അസുഖമോ ഈ അസുഖമോ എന്നൊക്കെ. മോൻ്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞില്ലേ മോനിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന്, വലിയ അസുഖം ഏതാണ്ടാണെന്നൊക്കെ. അപ്പോൾ ഒരുപാട് പേരോട് പറയുമ്പോൾ പലരുടെയും പല കമൻസും വരും. അപ്പം നമ്മൾ പലരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ടെൻഷൻ കൂടും, അല്ലേ? സോ കഴിയുന്നതും ഗൂഗിൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഒരുപാട് പേരോട് പറയാതിരിക്കുക. പിന്നെ ഇതിനൊക്കെ പുറമേ ആയിട്ട് വേറൊരു വഴിയുണ്ട്. എന്നിട്ടും ഇതിൻ്റെ പേടി മാറിയില്ലെങ്കിൽ നമുക്കൊരു കൗൺസിലിങ്ങിന് പോവാം. അപ്പോൾ ആ കൗൺസിൽ ചെയ്യുന്ന ആൾ മോനെ ഒരുപാട് ഭേദമാക്കി തരും. പിന്നെ ഒരു നുറുങ്ങ വിദ്യയുണ്ട് ഇത് പെട്ടെന്ന് കുറയ്ക്കാനായിട്ട്. അത് 333 റൂൾ എന്ന് പറയും. എന്താ 333 റൂൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് ഈ പേടി വരുമ്പോൾ നമ്മുടെ മുറിയിലുള്ള 3 സാധനങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് കേന്ദ്രീകരിക്കുക. അതും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന ഏതെങ്കിലും 3 സൗണ്ട്. അപ്പം 3 ഒബ്ജക്ട്സിലോട്ട് നമ്മുടെ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 3 സൗണ്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ അതും കഴിഞ്ഞ് വെച്ച് നമ്മുടെ 3 ബോഡി പാർട്സ് അനക്കുക. അതായത് ഒന്നെങ്കിൽ തല ഇങ്ങനെ വെട്ടിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ ചെയ്യുക, അതുമല്ലെന്നുണ്ടെങ്കിൽ പുറമൊക്കെ ഒന്ന് വളച്ചൊന്ന് നിൽക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു 3 ബോഡി പാർട്സ് മൂവ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ്സ് അത് ഒത്തിരി കുറയും. ഹെൽത്തിനോടുള്ളൊരു ആങ്സൈറ്റിയാണ് അതല്ലേ. അപ്പം ഇത് ഒരുപാട് കുറയും.
ഇതിലേതേലുമൊക്കെ ഒന്ന് ചെയ്താൽ മതി. മോൻ്റെ അസുഖങ്ങൾ, മോൻ്റെ പേടിയും എല്ലാം മാറിക്കിട്ടും. മാറി കിട്ടുമോ? ഉറപ്പായിട്ടും. ഓക്കെ, ഞാൻ ഈ ഏതെങ്കിലും ടിപ്സ് ഉപയോഗിച്ചിട്ട് എൻ്റെ പേടി ഉറപ്പായിട്ട് മാറ്റും, ഷുവറായിട്ട്. വെരി ഗുഡ്. അങ്ങനെ വേണം നമ്മുടെ പൊന്നു പാച്ചു കേട്ടോ. സോ അപ്പോൾ പാച്ചു ഇത് മാറ്റാൻ തീരുമാനിച്ചു. അപ്പം നിങ്ങൾക്കും ഈ പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ടിപ്പ് ഒന്ന് പ്രയോഗിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ഹെൽത്ത് ആങ്സൈറ്റി മാറിക്കിട്ടും. അല്ലേ പാച്ചുക്കുട്ടാ? ശരി. അപ്പം സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ചാനലിൻ്റെ പേര് ഡോക്ടർ മഞ്ജു പത്മകുമാർ. താങ്ക് യു.